അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമസമിതി തിരുവാതിര ഞാറ്റുവേല പാക്ഷികം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ് തിരുവാതിര ഞാറ്റുവേല. മറന്നുപോകുന്ന കേരളീയ കാർഷിക കാലത്തെ വീണ്ടെടുക്കാനായി അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം സംക്രമ സമിതി തിരുവാതിര ഞാറ്റുവേല പാക്ഷികം ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂൺ 22 മുതൽ ജൂലൈ 6 വരെയാണ് തിരുവാതിര ഞാറ്റുവേല എന്നും ഈ കാലയളവിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലമാണെന്നും ഔഷധങ്ങൾ തയ്യാറാക്കാൻ മഴവെള്ള ശേഖരണം നടത്തുന്ന കാലമാണിതെന്നും പാക്ഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ PV ദിവാകരൻ അഭിപ്രായപ്പെട്ടു. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. അതായത് വെയിലും മഴയും ഒരുപോലെ ലഭിക്കുന്ന ഒരു സമയമാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. തിരുമുറിയാതെ മഴ പെയ്യും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. തിരുമുറിയാതെ മഴ പെയ്യും എന്ന് പറയുന്നത് തീരെ ഒന്നും ഇങ്ങനെ ശക്തമായ മഴയെന്നല്ല, നമുക്ക് കൃഷിക്ക് ആവശ്യമായ തരത്തിൽ തുള്ളി നനയായിട്ട് വെയിലും മഴയായിട്ട് എന്ത് മുറിച്ച് വെച്ചാലും എന്തൊടിച്ചു വെച്ചാലും തെളിക്കാൻ പറ്റുന്ന ആ ഒരു ദിനമാണ് ഈ തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ തിരുവാതിര ഞാറ്റുവേല സമയത്ത് പെയ്യുന്ന, അതായത് 14 ദിവസത്തിൽ ഇടയിൽ പെയ്യുന്ന മഴയിൽ ഒരു ദിവസം അമൃത മഴ പെയ്യുന്നെന്ന് പഴമക്കാർ പറയുന്നത്. ചടങ്ങിൽ തറവാട്ട് കാരണവർ ചന്ദ്രബാബു മേലടക്കം അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ മുഖ്യപ്രഭാഷണം നടത്തി. അടിയാർക്കാവിന് 100ഓളം വിവിധ ഇനം വൃക്ഷത്തൈകൾ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ സമർപ്പിച്ചു. തറവാട്ടു കർമ്മികളായ രാജു പണത്തൂർ, അനിൽകുമാർ കല്യാൺ റോഡ് എന്നിവർ തൈ വിതരണം ചെയ്തു. രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, മോഹൻദാസ് K, രാമചന്ദ്രൻ പാതിരിക്കുന്ന്, രതീഷ് അതിയാമ്പൂർ, സ്വപ്ന കുമാരൻ, കൃഷ്ണൻ പെരളം, വിനോദ് പുതിയകണ്ടം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.